नमस्ते। आज हम इस वीडियो में സംഖ്യ क्या है ये पढ़ेंगे. ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സംഖ്യ അല്ലെങ്കിൽ നാമം, നൗൺ എന്ന വിഷയമാണ്. വ്യാകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായിട്ടാണ് സംഖ്യയെ വിലയിരുത്തുന്നത്. शाहजहां ने कश्मीर में सेबों की सुंदरता देखी. आप लोग ज़रा इस सेंटेंस को गौर से निहारिए. തന്നിരിക്കുന്ന ഈ വാക്യം ഒന്ന് വിലയിരുത്തുക. അതിൽ ഷാജഹാൻ, कश्मीर, सेब, सुंदरता आदि शब्द है. इन शब्दों को एक एक करके पढ़ेंगे तो समझ में आएगा. ഈ ശബ്ദങ്ങളെ നമ്മൾ ഓരോന്നായി എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഷാജഹാൻ एक व्यक्ति का नाम है, कश्मीर एक स्थान का नाम है, सेब एक वस्तु का नाम है, സുന്ദരത एक गुण का नाम है. ഷാജഹാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയും കശ്മീർ ഒരു സ്ഥലത്തിൻ്റെയും സേബ് ഒരു വസ്തുവിൻ്റെയും സുന്ദരത എന്ന് പറയുന്ന ഒരു ഗുണം, ഒരു ഫീച്ചർ കൂടിയാണ്, അതിൻ്റെ പേരാണ് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സംഖ്യ എന്താണെന്ന്. അഥ സംഖ്യ देखिए നാം കാ ഹി ദൂസറാ നാം സംഖ്യ ഹെ. ഒരു തരത്തിൽ പേരിൻ്റെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ നാമത്തിൻ്റെ മറ്റൊരു നാമമാണ് സംഖ്യ എന്ന് പറയുന്നത്. കിസി വ്യക്തി, സ്ഥാൻ, ഗുണ യാ വസ്തു കെ നാം കോ സംഖ്യ कहते हैं. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു വ്യക്തി, ഒരു സ്ഥലം, ഒരു വസ്തു, ഒരു ഗുണ, അവയുടെയൊക്കെ പേരിനെയാണ് നാം നാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഗുണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സാധനത്തിൻ്റെ ക്വാളിറ്റി അല്ല. ഗുണം എന്നതുകൊണ്ട് ഒരു വസ്തുവിൻ്റെ രൂപമാകാം, ഭാവമാകാം, ഇതിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. अब देखेंगे संज्ञा कितने प्रकार के हैं. मैंने यहाँ संज्ञा को प्रमुख रूप से 3 रूप में बांटा है: व्यक्तिवाचक, जातिवाचक और ഭാവവാചക്. ഞാനിവിടെ സംഖ്യയെ 3 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്: വ്യക്തിവാചക്, ജാതിവാചക്, അതുപോലെ ഭാവവാചക്. പലപ്പോഴും നാം പുസ്തകങ്ങളിൽ കാണുന്ന ഒരു ഉത്തരമാണ്, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സംഖ്യ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ 3 അല്ലെങ്കിൽ 5 എന്ന് കാണാം. എങ്ങനെയാണ് 5 എന്ന് വരുന്നത്? വ്യക്തിവാചക്, ജാതിവാചക്, ഭാവവാചക് സംജ്ഞയെ കൂടാതെ ദ്രവ്യവാചക്, അതുപോലെ തന്നെ സമൂഹവാചക് എന്ന സംജ്ഞകളുമുണ്ട്. എന്നാൽ പല ആചാര്യന്മാരുടെയും അഭിപ്രായത്തിൽ ദ്രവ്യവാചക് और समूहवाचक जो संज्ञाएं हैं वह जातिवाचक का ही एक दूसरा रूप है, मतलब उसका एक भेद है. ജാതിവാചക സംജ്ഞയുടെ 2 വകഭേദങ്ങളായിട്ടാണ് സാധാരണ രീതിയിൽ ദ്രവ്യവാചക് അതുപോലെ തന്നെ സമൂഹവാചക സംജ്ഞകളെ കാണുന്നത്. വ്യക്തിവാചക സംജ്ഞ माने क्या है? जिस शब्द से किसी एक व्यक्ति अथवा वस्तु का बोध होता है उसे വ്യക്തിവാചക സംജ്ഞ कहते हैं. നമ്മളൊരു നാമമെടുത്താൽ അല്ലെങ്കിൽ ഒരു ശബ്ദമെടുത്താൽ ഏത് ശബ്ദത്തിൽ നിന്നാണോ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചുള്ള യുണീക്കായിട്ടുള്ള വസ്തുനിഷ്ഠമായ ബോധം നമുക്ക് തരുന്നത്, അറിവ് നമുക്കുണ്ടാകുന്നത്, ഉസ് സംജ്ഞ को हम लोग व्यक्तिवाचक संज्ञा कहते हैं. देखिए रामदेव दिल्ली में आनंद पर्वत के सामने यमुना नदी के किनारे पर रहता है. इस वाक्य को आप लोग पढ़िए. इस वाक्य में रामदेव एक विशेष मनुष्य का नाम है. ഈ ഒരു വാക്യമെടുത്താൽ രാംദേവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ, ആ മനുഷ്യഗണത്തിലൊരു വ്യക്തിയുടെ പേരാണ്. അല്ലാതെ നമ്മളൊരു
മനുഷ്യഗണത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ രാംദേവ് എന്ന് വിളിക്കാറില്ല. अगर एक मनुष्य को लेता है, आदमी को लेता है, उस आदमी में एक व्यक्ति का नाम है रामदेव. इसी प्रकार दिल्ली किसी एक ही नगर का नाम है. അതുപോലെ തന്നെ ഡൽഹി എന്ന് പറയുന്നത് ഒരു നഗരത്തിൻ്റെ പേരാണ്. ആനന്ദ് പർവ്വത് കിസി ഖാസ് പർവ്വത് കാ നാം ഹെ. ആനന്ദ് പർവ്വത് എന്ന് പറയുന്നത് പർവ്വതങ്ങളെ മൊത്തമായി എടുത്താൽ ഒരു പർവ്വതത്തിൻ്റെ പേരാണ്. അതുപോലെ തന്നെയാണ് യമുന എന്ന് പറയുന്നത്. നദികളിൽ ഒരു നദിയാണ് യമുന. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് व्यक्तिवाचक संज्ञा है वो किसी एक वस्तु का बोध करने के लिए एक चिन्ह मात्र है. यह चिन्ह किसी प्रकार का हो सकता है. ഒരു വ്യക്തിയെ, ഒരു വസ്തുവിനെ പ്രത്യേകമായി സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരടയാളമായിട്ടാണ് വ്യക്തിവാചക സംജ്ഞയെ നമുക്ക് കാണാൻ കഴിയുക. अगला है जातिवाचक संज्ञा. जिस संज्ञा से एक जाति के सब प्राणियों अथवा वस्तुओं का बोध हो उसे जातिवाचक संज्ञा कहते हैं. ഒരു സംജ്ഞ എടുത്താൽ, ഒരു നാമം എടുത്താൽ, ആ നാമത്തിൽ നിന്നും ഒരു ജാതിയിൽപ്പെട്ട, ജാതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാറ്റഗറി, ഒരു വിഭാഗത്തിൽപ്പെടുന്ന ജീവജാലങ്ങളുടെയോ വസ്തുക്കളുടെയോ അറിവ് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ जातिवाचक संज्ञा എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ये उदाहरण देखिए. मनुष्य सबसे बुद्धिमान माना जाता है. हाथी की लंबी सूंड होती है. गाय एक दुधारू पशु है. इसमें यहाँ मनुष्य शब्द से रामदेव अकेले का बोध नहीं होता है. ഈ ഒരു ജാതിവാചക സംജ്ഞ എടുത്താൽ, മനുഷ്യ എന്ന് പറയുന്ന ഒരു പദമെടുത്താൽ, ശബ്ദമെടുത്താൽ, അതിൽ നിന്ന് രാംദേവ് എന്ന് പറയുന്ന ഒരൊറ്റയ്ക്കുള്ള വ്യക്തിയുടെ ബോധമല്ല ഉണ്ടാകുന്നത്. മറിച്ച് രാംദേവ് എന്ന് പറയുന്ന പേര് പോലെ തന്നെ അർജുൻ, രമേശ്, മുഹമ്മദ് എന്നീ വ്യത്യസ്ത നാമങ്ങൾ, വ്യത്യസ്ത പേരുകളുള്ള ആൾക്കാരുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ മനുഷ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യ എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറിയാണ്. അതുപോലെ തന്നെയാണ് ഹാത്തി ശബ്ദ്. ഹാത്തി ശബ്ദ് സെ ഏക് ഹാത്തി കാ ബോധ നഹി ഹോത്താ ഹെ. ഹാത്തി എന്ന പദം എടുത്താൽ അതിൽ നിന്ന് ഒരു ആന എന്നല്ല, അല്ലെങ്കിൽ ഒരു ആനയെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ആ ആനയ്ക്ക് പേരുണ്ടാകും. നമ്മൾ പറയാറുണ്ട് ഗുരുവായൂർ കേശവൻ, മറ്റ് പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. तो हाथी एक जानवर की कैटेगरी है, तो उसे भी हम जातिवाचक संज्ञा के अंदर रहते हैं. आगे देखिए भाववाचक संज्ञा. जिस संज्ञा से किसी गुण, धर्म अथवा भाव को, माफ कीजिए, भाव का बोध हो उसे भाववाचक संज्ञा कहते हैं. ഒരു സംജ്ഞ എടുത്താൽ, ഒരു നാമം എടുത്താൽ, ഒരു നൗൺ എടുത്താൽ, ആ നൗണിൽ നിന്നും അതിൻ്റെ ഫീച്ചർ, ഏതെങ്കിലും രീതിയിലുള്ള ഫീച്ചർ, രൂപം, ഗുണം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സംജ്ഞയാണ് നമ്മൾ ഭാവവാചക സംജ്ഞ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിനായി खटास नींबू का गुण है, वीरता राजपूतों का विशेष गुण है. यहाँ खटास कोई अलग वस्तु नहीं है और वीरता वो भी कोई अलग वस्तु नहीं है. यह दोनों किसी अन्य वस्तु के गुण के बारे में बताते हैं. अर्थात यह भाव को बताते हैं. जैसे नींबू की एक विशेषता है, नींबू का एक गुण है खटास, उसी तरह राजपूतों की एक गुण है वीरता. तो इन गुण बताने वाले संज्ञा शब्द को हम लोग भाववाचक संज्ञा कहते हैं. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. എങ്ങനെയാണ് ഭാവവാചക സംജ്ഞകൾ ഉണ്ടാക്കുന്നത്? ഭാവവാചക സംജ്ഞയെ 3 प्रकार के शब्दों से बनाई जाती है. पहला देखिए जातिवाचक संज्ञा है.
ജാതിവാചക സംഖ്യയിൽ നിന്നും നമുക്ക് ഭാവവാചക സംഖ്യകൾ ഉണ്ടാക്കിയെടുക്കാം. ജൈസെ ലഡുക്ക എന്ന് പറയുന്ന ജാതിവാചക സംഖ്യയിൽ നിന്നും ലഡുക്ക്പൻ കുട്ടിക്കാലം എന്ന ആ ഒരു ഭാവത്തെ, ഗുണത്തെ, ഒരു വിശേഷത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മിത്ര എന്ന് പറയുന്ന ജാതിവാചക സംഖ്യയിൽ നിന്നും മിത്രത എന്ന് പറയുന്ന ഭാവവാചക സംഖ്യ ഉണ്ടാക്കിയെടുക്കാം. दूसरा देखिए, विशेषण से भी भाववाचक संज्ञाएं बना सकते हैं. जैसे वीर, वीर पुरुष. അവിടെ പുരുഷ് എന്ന് പറയുന്ന വിശേഷത്തിന് കൊടുത്ത വിശേഷണമാണ് വീർ, ഞാനിപ്പോൾ പറഞ്ഞ സെൻറ്റൻസിൽ. അപ്പോൾ വീർ എന്ന് പറയുന്ന വിശേഷണത്തിൽ നിന്നും വീരത എന്ന് പറയുന്ന ഗുണം, അതാണ് ഭാവവാചക സംജ്ഞ ഇവിടെ. സഫേദ് എന്ന് പറയുന്ന വിശേഷണത്തിൽ നിന്നും സഫേദി എന്ന് പറയുന്ന ഭാവവാചക സംജ്ഞ. तीसरा देखिए, धातु से. धातु मतलब क्रिया धातु. क्रिया धातु से हम लोग भाववाचक संज्ञाएं बना सकते हैं. जैसे पढ़ना एक क्रिया है, उससे पढ़ाई, लड़ना से लड़ाई. ഇതുപോലെ നമുക്ക് വ്യത്യസ്ത തരം ജാതിവാചക സംജ്ഞകളും വിശേഷണങ്ങളും ക്രിയാധാതുക്കളും കിട്ടിയാൽ അതിൽ നിന്നും ഭാവവാചക സംജ്ഞ നിർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. चौथा है समूहवाचक संज्ञा. मैंने पहले से ही बताया है समूहवाचक संज्ञा और द्रव्यवाचक संज्ञा है. इसको जातिवाचक संज्ञाओं के अंतर्गत ही गिना गया है. कुछ लोग इन्हें दो पृथकों के रूप में ही मानते हैं. ठीक है, तो देखिए समूहवाचक संज्ञा क्या है. जिस शब्द से अनेक पदार्थों अथवा प्राणियों के समूह का बोध हो या बोध होता हो उसे സമൂഹവാചക സംജ്ഞ कहते हैं. ഒരു ശബ്ദം എടുത്താൽ, ഒരു സംജ്ഞ എടുത്താൽ അതിൽ നിന്നും അനേകം പദാർത്ഥങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഒരു സമൂഹത്തിൻ്റെ ബോധം നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിവ് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ ആ പദത്തെയാണ് സമൂഹവാചക സംജ്ഞ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജൈസെ സേന, സൈന്യത്തിൻ്റെ ഒരു കൂട്ടം. ഗുച്ഛ, ആ പൂവിൻ്റെ, ഫുലോം കി ഗുച്ഛ എന്ന് പറയാറുണ്ട് നമ്മൾ. ഝുണ്ട്, ഫുലോം കി ഝുണ്ട്. അങ്ങനെ അനേകം പദാർത്ഥങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഒരു സമൂഹ ബോധം ഉണ്ടാക്കുന്ന ശബ്ദത്തെ നമ്മൾ സമൂഹവാചക സംജ്ഞ എന്ന് പറയും. അഗ്ല ഹെ द्रव्यवाचक संज्ञा. जिस शब्द से किसी द्रव्य का बोध हो उसे द्रव्यवाचक संज्ञा कहते हैं. ഏത് ശബ്ദത്തിൽ നിന്നാണോ ഒരു പദാർത്ഥ ഗുണത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് അതിനെയാണ് ദ്രവ്യവാചക സംജ്ഞ എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. ഉദാഹരണത്തിനായി സോന, ചാന്തി, ലോഹ, പെട്രോൾ ഇവയൊക്കെ പല പദാർത്ഥങ്ങളാണ്. ആ പദാർത്ഥങ്ങളുടെ അറിവുണ്ടാക്കുന്ന പദങ്ങളെയാണ് ദ്രവ്യവാചക സംജ്ഞ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.